ഈയിടെയായിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫീഡ്സിൽ ഞാനൊരു റീല് കണ്ടു. അതായത് ICT SMC ഒക്കെ ചെയ്യുന്ന ട്രേഡേഴ്സ് പലപ്പോഴും ലോസിലാണെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്താ പറയുക എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ആവും അവനവൻ ചെയ്യുന്ന സ്ട്രാറ്റജി. അതായത് ഏതമ്മക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞ മാതിരി അവനാൻ ചെയ്യുന്ന സ്ട്രാറ്റജി അവനാనికి ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ മറ്റുള്ളവരെ മോക്ക് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഏത് സ്ട്രാറ്റജി ആണോ ചെയ്യുന്നത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ പുഷ് ചെയ്ത് പോവാം. മറ്റുള്ള ഓരോന്ത് ചെയ്യുന്നത് അത് ചെയ്യുന്നത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തെറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ എന്താ പറയുക ആ സ്ട്രാറ്റജി പോരാ ഈ സ്ട്രാറ്റജി പോരാ, അത് എന്താ പറയുക കൂടുതൽ SL ആണ് ഇത്ര SL ആണ് അങ്ങനെ പറഞ്ഞ കാര്യമില്ല. അത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോട്ടെ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് SMCയും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷനൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ്. ഞാൻ എൻ്റെ തുടക്കത്തിൽ ഞാൻ ചെയ്തിരുന്ന പ്രൈസ് ആക്ഷനാണ്. എൻ്റെ ട്രേഡിംഗിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റിലൊക്കെ ഞാൻ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ക സപ്പോർട്ടേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. അതിനുശേഷം അതിലേക്ക് ഞാൻ SMCൻ്റെ കുറച്ച് ഫെയർവേയിലേക്ക് അപ്പോൾ ഓർഡർ ബ്ലോക്ക്, റിജക്ഷൻ ബ്ലോക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കോഴ്സ് എടുത്തിട്ടില്ല. ഇനി കോഴ്സ് നിങ്ങൾ എടുക്കണ്ട എന്നുള്ളതല്ല പറഞ്ഞത്, ഇനി എടുക്കണം എന്നുള്ളതല്ല പറഞ്ഞത്. നിങ്ങളെ ഇഷ്ടമാണ്, വേണോ വേണ്ടെന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ തേടി എന്താ പറയുക കണ്ടുപിടിച്ച് അത് പഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളൊരു സ്ട്രാറ്റജീനെ കാര്യങ്ങൾ നമ്മൾ കുറ്റം പറയാൻ നിൽക്കണം. നമ്മളെ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ പുഷ് ചെയ്യുക. പിന്നെ SMC കാര്യങ്ങൾ വർക്ക് ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ 2-3 ട്രേഡ് എടുത്തത് SMC കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഞാൻ ഇത്രയും കാലം എന്താ പറയുക ഈ ഒരു ഇയർ എൻഡിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസം പേ ഔട്ട് എടുത്ത 2 സർട്ടിഫിക്കറ്റ്സ് വേണമെങ്കിൽ കാണിച്ചത് ഇതൊക്കെ ഞാൻ SMC വെച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക ചെയ്യുന്ന സ്ട്രാറ്റജി മാത്രമാണ് ശരി, അത് മാത്രമാണ് നല്ലതെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ബാക്കിയുള്ളവർക്ക് അത് ഓക്കെ ആയിട്ട് പോകുന്നുണ്ടാവും, അങ്ങനെ പേ ഔട്ടും കാര്യങ്ങളൊക്കെ എടുക്കണവരുണ്ടാവും. അപ്പോൾ എന്താ പറയുക മറ്റുള്ളവരെ മോക്ക് ചെയ്യാതിരിക്കുക, അവനവൻ്റെ സ്ട്രാറ്റജിയിൽ ട്രസ്റ്റ് ചെയ്യുക, അത് പുഷ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.